രാധേ രാധേ. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരോ ആയിക്കൊള്ളട്ടെ, 6 തരത്തിൽപ്പെട്ട ഭക്തിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ ഭക്തിയിൽ ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ ഭക്തി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് മധുരഭക്തി. എന്താണ് മധുരഭക്തി? മധുരഭക്തിയിൽ ഒരു ഭക്തൻ കാണുന്നതിലെല്ലാം ആരെ കാണുന്നു? തൻ്റെ ദൈവത്തെ കാണുന്നു. അപ്പോൾ അതൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ അവൻ കാണുന്നതിലെല്ലാം ക്രിസ്തുവിനെ കാണും. ഇസ്ലാം ആണെങ്കിൽ അവർ കാണുന്നതിലെല്ലാം അവരുടെ ദൈവത്തെ കാണും. ഹിന്ദു ആണെങ്കിൽ കാണുന്നതിലെല്ലാം കൃഷ്ണഭക്തര് കൃഷ്ണനെ കാണും, പിന്നെ ശിവഭക്തര് ശിവനെ കാണും, രാധാഭക്തര് രാധയെ കാണും. ഇതിനെയാണ് മധുരഭക്തി എന്ന് പറയുന്നത്. മധുരഭക്തി ഏറ്റവും കൂടുതൽ മധുരഭക്തിയിൽ ശ്രേഷ്ഠമായി നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ജയദേവ മഹാകവി അഷ്ടപതി എഴുതിയ, പിന്നെ ചൈതന്യ മഹാപ്രഭു, പിന്നെ രാമകൃഷ്ണൻ. ഇന്ന് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള മധുരഭക്തിയുടെ വീഡിയോ ഞാൻ ഇന്ന് 8 മണിക്ക് പോസ്റ്റ് ചെയ്യാൻ കാണണം. നമുക്ക് ജയദേവ കവിയിലേക്ക് വരാം. ജയദേവ കവി ധരിക്കാനായി വസ്ത്രമെടുക്കുമ്പോൾ ആ ഉടുപ്പിൽ ശ്രീകൃഷ്ണനെ കാണും. അപ്പൊ വിചാരിക്കും, അയ്യോ, കൃഷ്ണനെ എടുത്ത് എങ്ങനെയാണ് ഉടുക്കുന്നത്? അപ്പൊ തന്നെ ജയദേവ കവി ആ വസ്ത്രം അങ്ങ് കളയുകയാണ്. വസ്ത്രം ഉടുക്കുന്നില്ല. അതിനെ വസ്ത്രമായി ജയദേവ കവിക്ക് കരുതാൻ പറ്റുന്നില്ല. കാരണം അത് കൃഷ്ണനാണ്. അങ്ങനെ തുണി ഉടുക്കാതെ തെരുവിലൂടെ ജയദേവ കവി അലയും. ആൾക്കാർ ഓടി വന്ന് അദ്ദേഹത്തിന് തുണി ചുറ്റിക്കൊടുക്കും. അദ്ദേഹമാകട്ടെ തൻ്റെ മുന്നിൽ കൃഷ്ണനുണ്ടെന്ന് വിചാരിച്ച് എപ്പോഴും കൃഷ്ണനുമായി സംസാരിക്കും. കൃഷ്ണന് കേൾക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം പാടും. അത് തൻ്റെ മുന്നിൽ കൃഷ്ണനുണ്ടോ ഇല്ലയോ ഒന്നും അല്ല. അദ്ദേഹം പറയും, എൻ്റെ മുന്നിൽ കൃഷ്ണനുണ്ട്, ഇല്ലെങ്കിലും ഞാൻ പാടുന്നത് കൃഷ്ണൻ എവിടെ ഇരുന്നാലും കേൾക്കും. അത് ക്രിസ്ത്യാനിയാണെങ്കിൽ അത് ക്രിസ്തു കേൾക്കുമെന്ന് സങ്കല്പിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ കൃഷ്ണന് കേൾക്കാനായി പാടും, കൃഷ്ണനുമൊത്ത് നൃത്തം ചെയ്യും. അങ്ങനെ കൃഷ്ണനിൽ അലിയും, ഒടുവിൽ ബോധരഹിതനായി വീഴും. ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവായിരുന്നു സാക്ഷാൽ ജയദേവ കവി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടതായാലും കാണുന്നതിലെല്ലാം നിങ്ങളുടെ ഇഷ്ടദേവനെ അല്ലെങ്കിൽ ഇഷ്ടദേവിയെ കാണുന്നത് ഏതോ അതിനെയാണ് മധുരഭക്തി എന്ന് പറയുന്നത്. മധുരഭക്തിയുടെ ഏറ്റവും വലിയ രൂപമാണ് ജയദേവ കവിയും ചൈതന്യ മഹാപ്രഭുവും ശ്രീരാമകൃഷ്ണ പരമഹംസരും. അതിൽ ജയദേവ കവിയുടേത് കേട്ടു. ചൈതന്യ മഹാപ്രഭുവിൻ്റെതിനായി ഇന്ന് 8 മണിക്കുള്ള വീഡിയോയ്ക്ക് കാത്തിരിക്കുക.